രണ്ടാഴ്ചക്ക് ശേഷം പിന്നെയും മഞ്ഞ് പെയ്ത് സന്തോഷത്തിൽ ഞാൻ ദാ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങിയേ. എന്തിനാന്നറിയോ? ഈ മഞ്ഞ് വെച്ച് കുറെ പേര് ഇങ്ങനെ റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കുന്ന കാണില്ലേ? നല്ല ഭംഗിയല്ലേ കാണാൻ. റോസാപ്പൂ ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെയോ കാട്ടിലൊക്കെ കയറി ഒരു കമ്പും കഷ്ണവും പറിച്ചെടുത്ത് ഞാൻ ഈ കമ്പും കഷ്ണത്തിന്റെ അറ്റത്ത് കുറച്ച് മഞ്ഞ് ഇങ്ങനെ തേച്ചൊട്ടിച്ചു വെച്ചേ. എന്തോ ഭാഗ്യത്തിനാണ് കൈ കൂടെ ഒട്ടിപ്പോവാതിരുന്നത്. പിന്നുണ്ടല്ലോടാ, തണുത്ത് മരവിച്ചൊരു വഴിയായിട്ടുണ്ടായിരുന്നു. കൈയെല്ലാം മരവിച്ച് പണ്ടാരം അടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ വിടുവോ? വിചാരിച്ച സാധനം സെറ്റാക്കുന്നവിടം വരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഓരോ ഇതളുകളായി ഉണ്ടാക്കിയെടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. ആരോ തലക്കടിച്ച പോലെ ദാ റോസാപ്പൂവിന്റെ നടുക്കൊരു മുഴ. ആദ്യത്തെ റോസാപ്പൂ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ദാ പെട്ടെന്ന് കട്ടിക്ക് മഞ്ഞ് പെയ്യുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ രണ്ടാമത്തെ പൂവും കൂടി ഉണ്ടാക്കി. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന സമാധിയായി പോവല്ലോ എന്നുള്ള നഗ്ന സത്യം തിരിച്ചറിഞ്ഞതോടുകൂടി ഞാൻ വീട്ടിൽ കയറിപ്പോയി ഗൈസ്.